നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുന്നതിനേക്കാളും അധികം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിൽ അധികം. കാരണം ഇന്ന് നാം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നത്, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനത്തെ വസ്ത്രം ധരിക്കണം, നമ്മൾ എവിടെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, ഇന്ന് സമൂഹമാണ് തീരുമാനിക്കും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണം എന്ന് പോലും നമ്മളല്ല തീരുമാനിക്കുന്നത്. സമൂഹത്തിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, എല്ലാവരും ഇപ്പോ ഈ കോഴ്സിനാ പോകുന്നത്, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെയും വിട്ടേക്കാം. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ആകട്ടെ, ഭക്ഷണ രീതി ആകട്ടെ, നമ്മള് പണിയുന്ന വീടിന്റെ സ്ട്രക്ചറോ, അതെല്ലാം നമ്മള് എല്ലാം ഇന്നത്തെ മോഡൽ, ഇന്നത്തെ ഡിസൈൻ നമ്മൾ പലപ്പോഴും ഈ സമൂഹത്തിൽ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീവിത ശൈലി വാർത്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ആ ശ്രമം പലരെയും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ അവസരമൊരുക്കാറുണ്ട്. അവര് ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യം ചെയ്തത് മനുഷ്യരെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കുന്ന നിലയിലായിത്തീരുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ആരായിരിക്കണം, എവിടെ പോകണം, എന്ത് ഭക്ഷിക്കണം, ഇതെല്ലാം സമൂഹമായി ഇന്ന് തീരുമാനിക്കും. നമ്മളെ ആ ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ നായിപ്പോയിരിക്കും. എല്ലാവരും അങ്ങനല്ലേ ഓടുന്നത് ഇന്ന്. കാരണം ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നവര്, ഇന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുന്നവര്, ഇന്ന ജീവിത രീതിയുള്ളവര്, ഇന്ന കോഴ്സിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ളവർ, അവര് നല്ല ആളുകളാണ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാർ. അപ്പൊ സമൂഹത്തിൽ ഒരു മാനദണ്ഡമുണ്ട്, സമൂഹത്തിന് ഒരു അളവുകോൽ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മനുഷ്യരെ നമ്മളെ വിലയിരുത്തും. നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ഓടുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. നമുക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ മറന്നു. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ മറന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ മറന്നു. നമുക്ക് സമൂഹത്തെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള ഓട്ടത്തിന് പുറകിൽ പലർക്കും അബദ്ധങ്ങൾ പറ്റാറ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. നമുക്കൊരു ലക്ഷ്യബോധമില്ലാതെ നാം പോകുമ്പോൾ പലപ്പോഴും സമൂഹത്താൽ നമ്മൾ ചുറ്റപ്പെടുന്നു, പിടിക്കപ്പെടുന്നു എന്നാൽ ചിലപ്പോൾ ഒരു പരിധിവരെ കുരുക്കിലാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. ആളുകളുടെ വിമർശനമോ, ആളുകളുടെ ചിരിയോ, പ്രോത്സാഹനമോ, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് അവസരം കൊടുക്കാത്തൊരു തലത്തിലേക്ക് നിങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമൂഹം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആയിത്തീരാൻ വേണ്ടി ഉള്ളവരല്ല നിങ്ങളെന്ന്. സമൂഹത്തിന് വേണ്ടി ചില സംഭാവനകൾ കൊടുക്കാൻ ആണ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിലൂടെ നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങൾക്കും പ്രയോജനമുള്ളവരായി തീരാൻ പറ്റും. എല്ലാത്തിനും അപ്പുറം നിങ്ങളുടെ അന്ത്യം അല്ലെങ്കിൽ നിങ്ങളുടെ എൻഡില് നിങ്ങൾക്ക് സംതൃപ്തിയോടെ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റിയല്ലോ എന്ന സംതൃപ്തിയോടെ നിങ്ങൾക്ക് ആയിത്തീരാൻ സാധിക്കും. പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവര് അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന അതേ ശൈലി പിന്തുടരുകയും ഒരു പക്ഷേ അതിൽ ജയിക്കുകയും ചെയ്യാം. എന്നാൽ അവർ പോകുമ്പോൾ അവർ ആ സ്ഥാപനത്തിൽ ഒന്നും വെച്ചിട്ട് പോകുന്നില്ല. പക്ഷെ ആ സ്ഥാപനത്തിൽ അതുവരെ ആയിരുന്നവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയപരിപാടിയിലൂടെ ആ സ്ഥാപനത്തെ ആ വ്യക്തി നയിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് എന്നേക്കുമായി അവർക്ക് വേണ്ടി ചില പ്രത്യേക ഓർമ്മകളെ സമ്മാനിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന പോലെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും എല്ലാത്തിനും വിപരീതമായി ചിന്തിക്കുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു ആശയം ഉണ്ടാകണം, നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. എനിക്ക് ഈ സമൂഹത്തിൽ എന്ത് പങ്കാണുള്ളത്, ഞാനായിരിക്കുന്ന എൻ്റെ വീട്ടിനകത്ത് എനിക്ക് എന്ത് പങ്കാണുള്ളത്, ഞാൻ എന്താണ് ഈ വീടിന് വേണ്ടി ചെയ്യേണ്ടത്, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് നിലയിലാണ് ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന വ്യക്തിപരമായൊരു ബോധ്യം നമുക്കുണ്ടാകും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്.
നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ പണിതെടുക്കണം. നിങ്ങൾ ജനിച്ചു വളർന്ന പശ്ചാത്തലം ഒരുപക്ഷെ വളരെ മോശമായിരിക്കും. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ വന്നവരായിരിക്കും. പക്ഷേ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അത് കാരണം സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആ സാഹചര്യത്തിലായിത്തീരുന്നു. പക്ഷെ നിങ്ങൾ അതിൽ തന്നെ തുടരുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിശ്ചയമായിട്ടും തുടരും. എന്നാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇല്ല, എന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം ഇങ്ങനെ, പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകാൻ എനിക്ക് സാധിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചില സംഭാവനകൾ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ തന്നെ സംതൃപ്തരാണ്. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ലക്ഷ്യബോധമുള്ളവരായി മാറണം. നിങ്ങളുടെ ജീവിതത്തിന് ഡെക്കറേഷൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപത്തെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം. മറ്റുള്ളവർ പറയുന്ന പോലെ ആയിരിക്കും. അതില് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിന്റെ, നിങ്ങളുടെ ജീവിത ആശയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ ഒരു ചിത്രം വരയ്ക്കുക. അതിനകത്ത് നിങ്ങൾ നിൽക്കുക. അതിനകത്ത് 3 കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യത്തിലെത്താനുള്ള ആ വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ വഴികളിൽ നിങ്ങൾക്കൊരു സമർപ്പണം ഉണ്ടാവണം. അതായത് ഒരു വിഷൻ വേണം. ആ വിഷനിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാവണം. അതിനകത്ത് ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾക്കുണ്ടാവണം. അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ശുഭദിനം.